ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ട്രൂ എസെൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ ജേർണി കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, ഈ ജേർണി അൾട്ടിമേറ്റ്ലി ഈ ജേർണിയുടെ കംപ്ലീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാം. മേ ബി വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആയേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറേ ആൾക്കാർ കൗൺസിലിങ്ങിന് വരാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള സ്ഥിതിക്ക് ട്വിൻ ഫ്ലെയിംസ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് വളരെ അധികം ആക്സസബിൾ ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് അത്രയ്ക്ക് കുറേയധികം ചാനൽസും കുറേയധികം വീഡിയോസും ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റായിട്ട് ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ പലരും ഒരു കാർമിക് റിലേഷൻ ആണെങ്കിൽ പോലും അതിനെ ട്വിൻ ഫ്ലെയിം റിലേഷൻ എന്നെടുത്ത് പറയുകയാണ്. ട്വിൻ ഫ്ലെയിം റിലേഷൻ ആണോ എന്ന കൺഫർമേഷൻ ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത് ഈ ഒരു കൗൺസിലിംഗ് സെഷൻ എന്നൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റൻസിൻ്റെ ഒരു മോഡിലല്ലായിരിക്കും മാക്സിമം ആൾക്കാരും. കാരണം ഞാൻ ട്വിൻ ഫ്ലെയിം അല്ലേ, ഇതൊരു റിലേഷൻഷിപ്പ് അല്ലേ എന്നൊക്കെ, ട്വിൻ ഫ്ലെയിം റിലേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു ഡൗൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അപ്പം അവർക്കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. കാരണം ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് അല്ല, അതൊരു സോൾ കണക്ഷനാണ്. ഈ ലോകത്ത് ഉള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ 5% മാത്രമേ ട്വിൻ ഫ്ലെയിംസ് കാണുകയുള്ളൂ. അപ്പോൾ എത്ര റെയറാണ് ഈ ട്രൂ ട്വിൻ ഫ്ലെയിംസ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അല്ലേ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മുടെ ചാനലിന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഒരു 1800+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടി വന്നാൽ ഒരു 250-300 പേര്, മാക്സിമം 300 കൂടെ കാണില്ല, അത്ര മാത്രമേ ട്വിൻ ഫ്ലെയിംസ് കാണുള്ളൂ. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുകയല്ല, നെഗറ്റീവായിട്ട് എടുക്കരുത്. കാരണം ഈ ഒരു ജേർണി ആണെന്ന് വിശ്വസിച്ച് ഒരു കാർമിക് കണക്ഷനിലാണെങ്കിൽ കുറേ വർഷങ്ങൾ നമ്മളവിടെ ആവശ്യമില്ലാതെ കളയരുതെന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിടുന്നത്. അപ്പോൾ ഈ 5% ബാലൻസ് 95% പോപ്പുലേഷനും പറഞ്ഞില്ലേ. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിംസിൻ്റെ എന്താണ് പ്രത്യേകത? എല്ലാവരും പറയുന്ന പോലെ സോള് ഒന്നാണ്, 2 ബോഡികളിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ 95% ആൾക്കാർക്കും അതേ ബോഡിയിൽ ഒരേ സോളാണ്. അതായത് ഒരു വാസ്തവം പറഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ റിയലാണ്, അതായത് നമ്മൾ കാണുന്ന ഈ ഒരു ലോകമെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണല്ലോ. അതായത് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഈ 95% സോൾസിലും ആൾക്കാരിലും ഇത് അവരിൽ തന്നെ ഇൻസ്റ്റിൽ ആയിട്ടുണ്ട്. എന്നാൽ ബാലൻസ് വരുന്ന ഈ 5%, അതായത് ഈ ട്രൂ ട്വിൻ ഫ്ലെയിംസിൽ ഇതുപോലും ഡിവൈഡഡ് ആണ് 2 ബോഡീസിൽ. അതായത് ഒരു സോള് ബ്ലൂ പ്രിൻ്റ് 2 ബോഡീസിലുണ്ടല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫെമിനൈൻ എനർജിയാണ്, എന്നിലിപ്പോൾ ഭൂമിയുടെ കണം, അതായത് ആ ഒരു പഞ്ചഭൂതം നല്ല ബാലൻസ്ഡ് ആണെങ്കിൽ എൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ അടുത്ത് അത് കുറച്ചായിരിക്കും യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതുപോലും ഡിവൈഡഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെപ്പോഴും ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആയിരിക്കും. ഒരാൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളത്, അതായത് പ്ലസും മൈനസും അങ്ങനെ ആയിരിക്കും. അതായത് എന്താ പറയുന്നത്, ആത്മാവിൻ്റെ കോർ സെയിം ആയിരിക്കും, 2 പേരുടെയും നേച്ചർ സെയിം ആയിരിക്കും. എന്നാൽ ഒരാൾ സോഫ്റ്റ് ആണെങ്കിൽ ഒരാൾ വളരെ ഹാർഡായിരിക്കും, ഒരാൾ ഡാർക്ക് സൈഡ് ആണെങ്കിൽ ഒരാൾ ലൈറ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഫെമിനൈൻ എനർജി എപ്പോഴാണോ ഈ ഒത്തിരി ലൈറ്റ് ഉള്ളതിനെ
രണ്ടുകൂടെ ബാലൻസ് ചെയ്യുന്നത്, ആ ഡാർക്കിനെ നീക്കിക്കൊണ്ട് ലൈറ്റിനെ കൂടുതലായിട്ട് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ മസ്കുലൈൻ എനർജി ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ആകും. പലരും ചോദിക്കുന്ന ഒരു കാര്യം ആണ്, അതും പറഞ്ഞുതരാം. മസ്കുലൈൻ എനർജി ഇന്നർ വർക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അവരെങ്ങനെ ബാലൻസ് ആവും എന്നുള്ളത്. രണ്ടുപേരുടെയും സോൾ ഒന്നാണ്, എനർജറ്റിക് സെൻറ്റേഴ്സ് ഷെയ്ഡാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പഞ്ചഭൂതങ്ങൾ നമ്മളിലുള്ളതടക്കം ഡിവൈഡഡ് ആയതുകൊണ്ട്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന വർക്ക്, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ചക്രാസ് ബാലൻസ് ചെയ്യുമ്പോൾ ചക്രാസ് ഇൻ്റർലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ അവിടെയും ചക്രാസ് ബാലൻസ്ഡ് ആവും. അതാണ് ഈ കോൺസെപ്റ്റ്. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനെ, ട്വിൻ ഫ്ലെയിം കോൺസെപ്റ്റിനെ ലോജിക്കലായിട്ട് ആലോചിച്ച് ഇതിൻ്റെ പ്രൂഫ് എന്തേ എന്നൊക്കെ ചോദിച്ചാൽ മേ ബി സയൻറ്റിഫിക്കലി പല റീസൺസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. എന്നാൽ നമ്മളുടെ ഫീലിംഗ് ആണിത്, അല്ലേ? ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നമ്മൾ ഗോ ത്രൂ ആവുന്ന ഫീലിംഗ് ആണ്, ഗോ ത്രൂ ആവുന്ന പെയിൻ ആണ്, ഗോ ത്രൂ ആവുന്ന മിറക്കിളാണ്, ഗോ ത്രൂ ആവുന്ന ബ്യൂട്ടിഫുൾ ജേർണിയാണ്. ഇതിനെ നമ്മൾക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം വേറൊരാളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. വേറൊരാളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 3D കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന ഒരു സോളിൻ്റെ അടുത്ത്. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റും പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം ജേർണി ഇല്ല എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് വരുന്നുണ്ട് മാഡം, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ അതും പറഞ്ഞു തരാം. കാരണം ഈ ട്രൂ ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ അവരെ ഗോ ത്രൂ ആവുന്നുള്ളൂ, അല്ലേ? ഈ ഒരു പെയിനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റൻസ് ഫീലിങ്ങിലൂടെ, ഈ ഒരു സോൾ ഷോക്കിലൂടെയും ഒക്കെ. എല്ലാ സോൾസിനും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഭൂമിയിൽ വരുന്ന എല്ലാ സോൾസും ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്, കർമ്മയെ ബാലൻസ് ചെയ്യാനാണ്. കർമ്മയെ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഐദർ ഒന്നുകിൽ അവർ ചെയ്ത പഴയ കർമ്മങ്ങളെ ക്ലിയർ ചെയ്ത് ഗുഡ് കർമ്മ ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ ബാഡ് കർമ്മ ചെയ്ത് പിന്നെയും കർമ്മ കൂട്ടാനാണ്. എന്തായാലും കർമ്മയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചാലഞ്ചസ് വരാറുണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് വരാറുണ്ട് ലൈഫിൽ. എന്നാൽ ട്വിൻ ഫ്ലെയിംസിൻ്റെ ലൈഫ് മാത്രം എപ്പോഴും ചാലഞ്ചിങ് ആയിരിക്കും. അവേക്കനിങ് ആവുന്നതിന് മുമ്പ് തൊട്ട് തന്നെ നമ്മളുടെ ലൈഫ് എപ്പോഴും ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്സാക്ട് ലൈനിലൂടെ നടക്കുന്ന പോലൊക്കെ മാക്സിമം ട്വിൻ ഫ്ലെയിംസ് അനുഭവിക്കാറുണ്ട് ഈ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു പെയിനിലൂടെ ഒന്നും പോകാത്ത ഒരാൾ ജഡ്ജ് ചെയ്തിടുന്ന വീഡിയോസ് കേട്ടിട്ട് ഇതുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ട്രൂ ട്വിൻ ഫ്ലെയിം അങ്ങനെ ചോദിക്കാറില്ല. കാരണം അവർക്കറിയാം ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, പോസിറ്റിവിറ്റി ഉണ്ട്. നെഗറ്റിവിറ്റിയെ കൂടുതലായിട്ട് നോക്കണ്ട, നമ്മൾ പോസിറ്റീവ് സൈഡിലൂടെ അങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ടിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഈ ജേർണിയെ, നമ്മളൊരു ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും ലോജിക്കലായിട്ട് ആലോചിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ ജേർണിയെ ട്രസ്റ്റ് ചെയ്യുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക് വരാവുന്നതാണ്, ഞങ്ങൾ ഈ ജേർണിയിൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എന്തിന് ഞങ്ങളുടെ മുമ്പിൽ വരുന്നു, പിന്നെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ എന്തുകൊണ്ട് കാണുന്നു, എക്സെട്ര കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനുള്ള ഉത്തരവും പറഞ്ഞു തരാം. ഈ ഭൂമിയിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സോൾസും കർമ്മം ബാലൻസ് ചെയ്യാനായിട്ട്, കർമ്മ ബാലൻസിങ്ങിനാണ് വരുന്നതെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ എല്ലാ സോൾസിനും ഏഞ്ചൽസിനെ അസൈൻ ചെയ്യാറുണ്ട് യൂണിവേഴ്സായിട്ട്, അസെൻഡഡ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഒക്കെയുണ്ട്. എന്നാൽ ആ കോൺഷ്യസ്നെസ് ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരാത്തത്തോളം കാലം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ കുഞ്ഞിലേ തൊട്ട് ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ ഈ 1111ഉം 222ഉം 2222 ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. എന്നാൽ അതിനെ റെക്കഗ്നൈസേഷൻ എപ്പോഴാണ് ചെയ്തത്? നമ്മൾ അവേക്കനിങ്ങിലേക്ക് വന്ന് ഇങ്ങനെ യൂണിവേഴ്സ് എന്നും എനർജി എന്നും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞ് ഇതിലേക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അല്ലേ? അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ താങ്ക് യു പറയുക. ട്വിൻ ഫ്ലെയിംസ് അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ കോൺഷ്യസ്നെസ് അത്രത്തോളം എക്സ്പാൻഡ് ആയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. നിങ്ങളുടെ പർപ്പസിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ആ പർപ്പസ് ട്വിൻ ഫ്ലെയിം ജേർണി ആയിരിക്കണമെന്നല്ല, മേ ബി എന്തെങ്കിലും സ്പിരിച്വാലിറ്റി റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു പാത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു വീഡിയോസ് യൂണിവേഴ്സായിട്ട് കാണിച്ചു തന്നതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. കാരണം നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഏതൊരു കാര്യവും വെറുതെ നടക്കാറില്ല, അത് മനസ്സിലാക്കുക.
അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി തന്നിട്ട് ഇങ്ങനെ സ്വയം ബാലൻസ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ ഒരു കൗണ്ടർ പാർട്ടിനെ തന്നത്? ഞങ്ങളും മാരീഡാണ്, അവരും മാരീഡാണെന്നൊക്കെ പല പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ട്വിൻ ഫ്ലെയിം ജേർണി എൻറ്റയർലി തന്നിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ജേർണിയാണ്. ഒരു എന്താ പറയുന്നത്, മരം ചുറ്റി പ്രേമം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല ഇത്. നമ്മൾ പിറന്നാളിനും ഉത്സവത്തിനും ഓണത്തിനും ഒക്കെ ഒരു വിഷും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അത്. കാരണം നമ്മളെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിയുമ്പോൾ നമ്മളുടെ കംപ്ലീറ്റ്നെസ്സിൽ വരുമ്പോൾ നമ്മളിൽ കുറവുള്ള ആ ഓരോ കാര്യങ്ങളും നമ്മളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടാസ്കുകളൊക്കെ ചെയ്ത് നമ്മൾ ഹീൽഡായി കഴിയുമ്പം തീർച്ചയായിട്ടും നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളുടെ ലൈഫിൽ കാണും. എന്നാൽ ഈ കൗണ്ടർ പാർട്ട് നമ്മളുടെ ലൈഫിൽ വരുന്ന ഒരു പോയിന്റ് വരെ വളരെ ചാലഞ്ചിങ് ആയിരിക്കും ഈ ജേർണി. അത്ര ഈസി അല്ല. നമ്മൾ വളരെ ബാലൻസ്ഡ് ആയി എന്ന് വിചാരിക്കുന്നിടത്ത് പലപ്പോഴും ഡിവൈൻ ടെസ്റ്റ് നടന്നിട്ട് നമ്മൾ പിന്നെയും താഴെ വീണിട്ട് എഴുന്നേൽക്കേണ്ട ഒരു ജേർണിയാണ്. ഈ 95% പെടുന്ന ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു പക്ഷേ ഇതിനോടൊക്കെ ഈ ഒരു ഡിവിനിറ്റിയോട് കണക്റ്റഡ് ആയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇന്നർ വർക്ക് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ കണ്ടെത്താൻ നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളത്ര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ വർക്ക് കോൺസെപ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷനൊക്കെയും നോർമലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു പാത്ത്, അതായത് ഈ ഫിസിക്കൽ റിലാമിലുള്ള ഒരു ജീവിതമല്ല നമ്മളുടെ ഇത്, ഒരു വെറും ടെമ്പററി കാര്യമാണെന്നും പെർമനൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ സോളാണെന്നും ഒക്കെ മനസ്സിലാക്കി, സോളിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ട്രൂ പർപ്പസിലേക്കൊക്കെ വരാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ആ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കാർമിക് റിലേഷനിലും നമ്മൾക്ക് ഗോസ്റ്റിംഗ് നടക്കാറുണ്ട്, ബ്ലോക്ക് അൺബ്ലോക്ക് ഒക്കെ നടക്കാറുണ്ട് അല്ലേ. എന്നാൽ ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പം ഇവർക്ക് മൂവ് ഓൺ ആവാൻ പറ്റും. ഇനിയൊരു റിലേഷനിലേക്ക് പോകാനൊക്കെ പറ്റും ഈ കാർമിക് കണക്ഷനിലുള്ളവർ. അപ്പോൾ അവർ പറയും ഞങ്ങൾ ബാലൻസ്ഡ് ആയി ട്വിൻ ഫ്ലെയിം റിലേഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം യൂണിയൻ നടക്കാറില്ല എന്നൊക്കെയും പറയുന്നവരുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇത് ഓൾറെഡി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് അല്ലേ. അപ്പോൾ പിന്നെയും അതായത് ഈ ഒരു കാർമിക് കണക്ഷനിലൊക്കെ ഇരുന്നിട്ട് കുറേ വർഷങ്ങൾ നമ്മളവിടെ കൊടുത്തിട്ട് പിന്നെയും ഈ ജേർണിയെ ഇല്ലയെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് പോകരുത്. കാരണം ട്രൂ ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ അറിയുള്ളൂ ഇതെത്ര ഇൻറ്റൻസ് ഫീലിംഗ് ആണെന്നുള്ളത്. നമ്മുടെ ട്വിൻ ഫ്ലെയിം, നമ്മുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ഗുരുവാണ്. ഈ ഗുരു നമ്മളെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആ ഒരു ലവറിൻ്റെ ഒരു ഫോമിലേക്ക് വരുള്ളൂ. ഇനിഷ്യലി ഒരു ബബിൾ ഫേസിൽ വരുമെങ്കിലും പിന്നെ അങ്ങ് സൈലൻ്റ് ആവും. അപ്പോൾ ഈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സിനെ, ഇൻറ്റൻസ് ആയിട്ടുള്ള ലവിനെ, ഇൻറ്റൻസ് ആയിട്ടുള്ള വഴക്കിനെ, ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രിഗറിനെ ഒക്കെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് എൻറ്റയർലി വളരെ എന്താ പറയുന്നത്, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ട്വിൻ ഫ്ലെയിം ജേർണി ജെന്യൂനായിട്ടുള്ളതാണ്. അതിലൂടെയൊക്കെ പോകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അറ്റ് ദ സെയിം ടൈം ഒരു കാർമിക് കണക്ഷനിലൊക്കെ നിൽക്കുമ്പോൾ അതിനെ അങ്ങനെയായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഒരിക്കലും നമ്മുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നമുക്ക് ട്രിഗേഴ്സ് തരുന്നത് പോലും നമ്മളെ ബെസ്റ്റ് വെർഷനിൽ എത്തിക്കാനാണ്. അവരറിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മളെ നോവിക്കാറില്ല. നമ്മളുടെ ഉള്ളിലെ വൂൺസിനെ എടുത്ത് കാണിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ കാർമിക് കണക്ഷൻസൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊക്കെയും മനസ്സിലാക്കുക. സോ ഈ ഒരു വീഡിയോനെ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്, റിക്വസ്റ്റാണ്. കാരണം ഈ പല ചോദ്യങ്ങൾ കുറേ നാളുകളായിട്ട് വരുന്നു, അതുകൊണ്ടൊരു വീഡിയോ ഇടണം തോന്നി എന്ന് മാത്രം. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.